ഹലോ ഇമ്മാനുവൽ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇമ്മാനുവൽ ആണ്. ഇമ്മാനുവൽ, വീട് എവിടെയാണ്? എന്റെ വീട് കുമ്പളങ്ങിയിലാണ്, കൊച്ചിയിലാണ്. ഓക്കെ. അവോധയിൽ ഏത് കോഴ്സാ ചെയ്തിരുന്നത്? അവോധയില് ഞാൻ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന കോഴ്സാണ് ചെയ്തിരുന്നത്. ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഡോഗ് ജൈൻ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻഫോ പാർക്ക് കാക്കനാടാണ്, എറണാകുളം ജില്ല. ഓക്കെ. ഇന്റേൺഷിപ്പ് ആണോ അതോ ഡയറക്റ്റ് ജോബ് ആണോ? ഡയറക്റ്റ് ജോബാണ്. ഓക്കെ. അവോധയിൽ ഈ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വേറെ ഒന്നും പഠിച്ചിട്ടില്ല, അന്ന് ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡയറക്റ്റ് അവോധയിൽ കോഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പഠിച്ചതാണ്. അത് ഓക്കെ. കഴിഞ്ഞ് ചെറിയ ഗ്യാപ്പ് വന്നിട്ടാണ് ഇപ്പം ജോബിൽ കയറിയത്. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി പേഴ്സണൽ ഇഷ്യൂ കാരണം അങ്ങനെ ലേറ്റ് ആയതാണ്. ഓക്കെ. അവോധയിൽ ഈ കോഴ്സ് എങ്ങനെ അറിഞ്ഞത്? അവോധയെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയായിരുന്നു? അബോധനെ പറ്റി ഞാൻ അറിഞ്ഞത് ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോൾ കോളേജിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവോധയിൽ ഈ കോഴ്സ് ചെയ്യണമെന്ന് നല്ല താല്പര്യം തോന്നി, അങ്ങനെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു മെഡിക്കൽ കോഡിംഗ് കോഴ്സൊക്കെ അവോധയിൽ? കോഴ്സ് നല്ല കോഴ്സായിരുന്നു, നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റി. എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായി, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്ന കാരണം കോഴ്സ് മുടങ്ങി പോകുന്നുള്ളൊരു ഇതുണ്ടായി. പക്ഷെ അവർ ആ പ്രോമിസ് കീപ്പ് ചെയ്തിട്ട് അത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നില്ലേ? അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അത് നല്ല ടീച്ചേഴ്സ് നല്ല രീതിയിലാണ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നിടത്ത് എങ്ങനെ ബാക്കി എംപ്ലോയീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അവര് നന്നായിട്ട് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെയുണ്ട്. ഇപ്പൊ ട്രെയിനിങ് പീരീഡ് ആണ്, അതിൽ നന്നായിട്ട് അവര് വർക്ക് ചെയ്ത് എല്ലാം വർക്ക്സ് എല്ലാം ചെയ്യാൻ സഹായിക്കും. ജാബ് സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജാബ് സെഷൻ ഒരുപാട് ഉപകാരപ്പെട്ടിരുന്നു. ആദ്യം തന്നെ കൊടുത്തതിൽ തന്നെ എനിക്ക് ഇപ്പൊ ഇത് കിട്ടിയേക്കുന്നത്. നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ എല്ലാം ഉണ്ട്. ടീച്ചേഴ്സ് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് എല്ലാം ചെയ്യുന്നത്. സ്റ്റുഡൻസിന്റെ എല്ലാ ഡൗട്ട്സും കേട്ട് ക്ലിയർ ആക്കിയിട്ട് അവർ സെഷൻ തന്നെ എൻഡ് ചെയ്യാറുള്ളൂ. നല്ല രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. അവോധയിൽ ഇപ്പൊ കോഴ്സ് എടുത്ത് പഠിച്ചു, ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. അപ്പൊ അവോധയെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാ എന്തായിരിക്കും ഇമ്മാനുവൽ പറയുക? അവോധ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവർക്കും ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ഇപ്പൊ കുറച്ച് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അവോധയില് ഈ കോസ്റ്റ് ആ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ ഫീസ് അടക്കാനുള്ള രീതിയിൽ നല്ല ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ടൊക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് ടീച്ചിങ് നല്ലതാണ്. വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവുമ്പോൾ പിന്നെയും എടുത്ത് കാണുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഇപ്പോഴും ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഡൗട്ട്സ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ നമുക്ക് ആ ഇമ്പാക്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മോടൊപ്പം ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ് വിത്ത് അവോധ.